ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ആമസോൺ ഉപയോഗിച്ചുകൊണ്ട് 2023 നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ കാശുണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ആമസോണിൽ നമുക്ക് ഈസി ആയിട്ടൊരു 10,000 റുപ്പീസ് മന്ത്ലി ഈസി ആയിട്ട് ഏൺ ചെയ്യും. അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ലൈൻസ് ആയിരിക്കും ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആമസോണിൽ നമ്മൾ പൊതുവേ എല്ലാവരും പർച്ചേസ് ചെയ്യാനാണ് ആമസോൺ യൂസ് ചെയ്യാറ് അല്ലേ. നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു, ആമസോണിൽ പോകുന്നു, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രൊഡക്റ്റ്സൊക്കെ എങ്ങനെയാണ്, ആരാണ് സെല്ല് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വിചാരം ആമസോണാണ് ഈ പ്രൊഡക്റ്റ്സൊക്കെ സെല്ല് ചെയ്യുന്നതെന്നല്ലേ. പക്ഷേ അങ്ങനെയല്ല. നമ്മളെ പോലുള്ള ഓരോ സെല്ലേഴ്സാണ് ആക്ച്വലി ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. ആമസോൺ ജസ്റ്റ് ഒരു മീഡിയേറ്റർ മാത്രമാണ്. അവർ മറ്റേ പിക്കും പാക്കും ഷിപ്പിങ്ങും കാര്യങ്ങളും മാത്രമാണ് അവർ ചെയ്യുന്നത്. ഓർഡർ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ആമസോൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ആമസോണിൽ സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഏതൊരാൾക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് GSTയും അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസും ആധാർ കാർഡും പാൻ കാർഡും അതിൻ്റെയൊക്കെ ആവശ്യം മാത്രമേ ഉള്ളൂ. വൺസ് ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആമസോണിൽ നമുക്ക് ഈസി ആയിട്ടൊരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആമസോണിൽ നമുക്ക് പൊതുവിൽ രണ്ട് രീതിയിലാണ് എല്ലാവരും കാശുണ്ടാക്കുന്നത്. ഒരു രീതി എന്ന് പറയുന്നത് ആമസോൺ അഫിലിയേറ്റ് ആണ്. അത് എല്ലാവർക്കും അറിയായിരിക്കും, ഒത്തിരി വീഡിയോസും ചെയ്തിട്ടുണ്ട്. ബട്ട് ഒത്തിരി പേര് വീഡിയോ ചെയ്യാത്തൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ആമസോൺ FBA. ഒത്തിരി പേര് കേട്ടിട്ടുണ്ടായിരിക്കും ആമസോൺ FBA, ബട്ട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് വലിയ ഐഡിയ ഒന്നും കാണത്തില്ല FBA എന്ന് പറയുമ്പോൾ. FBA എന്ന് പറയുന്നത് ആക്ച്വലി ഫുൾഫിൽഡ് ബൈ ആമസോൺ എന്നുള്ളൊരു സംഭവമാണ്. അത് ആക്ച്വലി നമുക്ക് കേരളത്തിലും അവൈലബിൾ ആണ്, ഇന്ത്യയിലും അവൈലബിൾ ആണ് ആ ഒരു ഓപ്ഷൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സെല്ലർ അക്കൗണ്ട് ആമസോണിൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ ഒഫീഷ്യലി ആമസോണിൻ്റെ ഒരു പാർട്ട്ണർ ആവുന്നത് പോലെയാണ് ആക്ച്വലി. അതായത് ആമസോണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് സെല്ല് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ. അതിനങ്ങനെ കാശും കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനൊരു ഓപ്ഷൻ ആമസോൺ തരുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യാം. സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ ആമസോണിൽ കാശുണ്ടാക്കാൻ പറ്റും. ഒന്ന് പ്രൈവറ്റ് ലേബിൾ, വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആമസോൺ ഹോൾസെയിലാണ്. അപ്പോൾ ആമസോൺ ഹോൾസെയിൽ എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ടല്ലോ, വെൽ പോപ്പുലർ ആയിട്ടുള്ള. ഇപ്പോൾ നൈക്കി, അഡിഡാസ്, പ്യൂമ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഹോം അപ്ലയൻസിൻ്റെ ആണെങ്കിൽ വീഗാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രസ്റ്റീജ് അതുപോലത്തെ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ്സ്. അപ്പോൾ അവരുടെയൊക്കെ പ്രൊഡക്റ്റ്സ് നമുക്ക് ലൈക്ക് അവരുടെ തന്നെ സ്റ്റോറിൽ നിന്ന് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് നമുക്ക് അവരുടെ പ്രൊഡക്റ്റിന് കീഴിൽ ലിസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതിനെ നമ്മൾ പൊതുവിൽ മാപ്പിംഗ് എന്നാണ് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നമുക്ക് അവരുടെ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വില കുറവിൽ പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റ് നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആമസോണിൽ അവർ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഫോർ എക്സാമ്പിൾ പ്രസ്റ്റീജ് ആണെന്നുണ്ടെങ്കിൽ പ്രസ്റ്റീജ് ഓൾറെഡി അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അവരുടെ പ്രൊഡക്ട്സ്. അതിൻ്റെ കീഴിൽ നമുക്ക് മാപ്പിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ നമുക്കും ലിസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഹോൾസെയിലായിട്ട് ലിസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിനാണ് ആക്ച്വലി ആമസോൺ ഹോൾസെയിൽ എന്ന് പറയുന്നത്. ആമസോൺ പ്രൈവറ്റ് ലേബൽ എന്ന് പറയുമ്പോൾ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു, ആ പ്രൊഡക്റ്റിന് നമ്മൾ നമ്മുടേതായ ബ്രാൻഡ് നെയിം കൊടുക്കുന്നു, എന്നിട്ട് നമ്മളൊരു പുതിയൊരു ബ്രാൻഡിൻ്റെ ഒരു നെയിമിൻ്റെ കീഴിലായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് വെക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ABC എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ ട്രേഡ് മാർക്കൊക്കെ എടുത്തു. അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പം ഞാൻ ചൈനയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചെന്ന് വെച്ചോ. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ ഞാൻ ബ്രാൻഡ് ചെയ്യണം. ABC എന്ന് പറയുന്നൊരു ബ്രാൻഡ് വെച്ച് ഞാൻ ആ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യുന്നു. അതിലെ ബോക്സും കാര്യങ്ങളൊക്കെ ബ്രാൻഡ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അതൊരു ബ്രാൻഡായിട്ട്, ഒരു പുതിയൊരു ബ്രാൻഡായിട്ട് ആമസോണിൽ രജിസ്റ്റർ ചെയ്ത് സെല്ല് ചെയ്യുന്നതിനെയാണ് പ്രൈവറ്റ് ലേബൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് ലേബലിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി കുറവായിരിക്കും. പുതിയൊരു ബ്രാൻഡാണ്, അപ്പോൾ വെൽ നോൺ അല്ല, പോപ്പുലർ അല്ല. അപ്പോൾ നമ്മൾ വലിയ വലിയ ബ്രാൻഡ്സോട് കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ ഇതൊരു പുതിയൊരു ബ്രാൻഡായിട്ട് ട്രസ്റ്റ് ഒരു ഇഷ്യൂ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് മാർജിന് കൂടുതൽ വരാനുള്ള പോസിബിലിറ്റി പ്രൈവറ്റ് ലേബിളിലാണ് വരുന്നത്. അതിന് ലോങ് ടേമിൽ ബിസിനസ് ചെയ്യുന്നതിന് സസ്റ്റൈനബിൾ എപ്പോഴും പ്രൈവറ്റ് ലേബിളായിരിക്കും. ആമസോൺ ഹോൾസെയിൽ നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു
പെർസെൻറ്റേജ് വളരെ കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആ ഒരു ഇഷ്യൂ മാത്രമേ ആമസോൺ ഹോൾസെയിലിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സോഴ്സ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ആമസോൺ ലൈക്ക് ഹോൾസെയിൽ പ്രൊഡക്ട്സ് ആണ്. പ്രൈവറ്റ് ലേബൽ പ്രൊഡക്ട്സ് നമുക്ക് അത് കുറച്ചധികം വർക്ക് ചെയ്യേണ്ടി വരും. കാര്യം അതൊരു പുതിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട്, പുതിയൊരു ബ്രാൻഡ് ആയതുകൊണ്ട് നമ്മൾ അതിന് കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ പ്രൊഡക്ട്സ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നല്ലേ. ഇപ്പോൾ നിങ്ങൾ ചൈനയിൽ നിന്നാണ് ഈ പ്രൊഡക്ട്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോണിൻ്റെ തന്നെ അലിബാബ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് അവൈലബിൾ ആണ് ചൈനയുടെ മാർക്കറ്റിലുള്ള. അത് കൈൻഡ് ഓഫ് ഒരു വലിയൊരു വെബ്സൈറ്റ്സ് ആണ്, വലിയൊരു കമ്പനി തന്നെയാണ് അലിബാബ. സോ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് മാനുഫാക്ചറിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് ആ പ്രൊഡക്റ്റ് നമുക്ക് സോഴ്സ് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നമുക്ക് ചൈനയിൽ ആക്ച്വലി വളരെ ചീപ്പായിട്ടാണ് പ്രൊഡക്ട്സ് കിട്ടുന്നത്. അതിൻ്റെ ഒരു 3-4 ടൈംസിലൊക്കെ നമുക്ക് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഇപ്പം ചൈനയിൽ നിന്ന് ഒരു 10 രൂപയ്ക്ക് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇന്ത്യയിൽ വന്ന ഒരു 30, 40, 50 രൂപയ്ക്ക് വരെയൊക്കെ വിൽക്കാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ചൈനയിൽ നിന്ന് എടുക്കണ്ട, നിങ്ങളിപ്പോൾ ലോക്കലിയാണ് സോഴ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏതൊക്കെ ആപ്പാണ് ഉള്ളത് ഇന്ത്യയിൽ നമുക്ക് ട്രേഡ് ഇന്ത്യ ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യ മാർട്ടുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഇന്ത്യ മാർട്ടാണ് കൂടുതലും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ മാർട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയറസ്റ്റ് പ്ലേസസിൽ ഏതെങ്കിലും മാനുഫാക്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഈസി ആയിട്ട് തന്നെ സോഴ്സ് ചെയ്യാം. വൺസ് ആ ഒരു പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സെല്ലർ അക്കൗണ്ടിൽ നമുക്ക് GST, അതുപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു സെല്ലർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ബുക്ക് കാറ്റഗറിയാണ് ബുക്സൊക്കെയാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, GSTയുടെ ആവശ്യമില്ല. അല്ലാതുള്ള ബാക്കി മിക്ക കാറ്റഗറിയിൽ, അതായത് സ്പോർട്സ്, ഹോം, കിച്ചൺ, ഈ കാറ്റഗറിയിലെല്ലാത്തിനും നമുക്ക് GSTയുടെ ആവശ്യം വരുന്നുണ്ട്. ആക്ച്വലി ഇത് വളരെ നല്ലൊരു ബിസിനസ് മോഡലാണ്. നിങ്ങൾ ആക്ച്വലി ഈ പ്രൊഡക്റ്റ്സൊക്കെ സോഴ്സ് ചെയ്യുക, ആമസോണിൽ ലിസ്റ്റ് ചെയ്യുക. ആമസോണിൽ തന്നെ പിക്കും പാക്കൊക്കെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആമസോണിലെ വെയർ ഹൗസിലേക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താൽ മാത്രം മതി. അവർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഓർഡർ വരുമ്പോൾ പിക്ക് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും എല്ലാം അവർ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് വീക്ക്ലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേ ഔട്ടും ആമസോൺ തരുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു മോഡലാണ്. നമ്മൾ അത്യാവശ്യം കുറച്ച് എഫേർട്ട് ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് ആമസോൺ, FBA, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആമസോണിലെ സെല്ലർ അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.